കേരള എഡ്യൂ സെന്റർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന വകുപ്പുതല പരീക്ഷാ പരിശീലന ക്ലാസ്സിൻ്റെ 8ാം അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട KSR പാർട്ട് 1-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ലീവുകളെ സംബന്ധിച്ച്, അവധികളെ സംബന്ധിച്ചും ആ വിവിധതരം അവധികളുടെ കാൽക്കുലേഷൻ, അതിൻ്റെ കണക്കാക്കലും കണക്കൂട്ടലും സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പെൻഷൻ ഒരു പെൻഷൻ്റെ ഏകദേശം ഒരു ധാരണ നമുക്ക് എത്തിക്കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ വേറെ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കാൻ തീരുമാനിച്ചത്. എങ്കിലും അതിനെ സംബന്ധിച്ച സംശയങ്ങളോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ ഫോൺ ചെയ്തോ ബന്ധപ്പെട്ട ഭട്ടരാജ് സാറിനെയോ ജോഷിയെയോ ഒന്ന് അറിയിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. മാത്രമല്ല, ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ക്ലാസ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ബന്ധപ്പെട്ടവരെ അറിയിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈ ക്ലാസ്സിനെ വളരെ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എനിക്കത് വളരെ സഹായകരമായിരിക്കും. തീർച്ചയായിട്ടും ഒരു വിമർശന ബുദ്ധിയ ക്ലാസ്സിനെ സമീപിക്കുക എന്നൊരു അഭ്യർത്ഥനയോടെയുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ലീവ് എന്ന് പറയുന്നത് KSR പാർട്ട് 1. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതെല്ലാം KSR പാർട്ട് 1-നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. ലീവ് എന്ന് പറയുന്നത് റൂൾ 61 മുതൽ 122 വരെയുള്ള ഭാഗങ്ങളിലാണ്. KSR പാർട്ട് 1-ന്റെ റൂൾ 61 മുതൽ 122 വരെയാണ് അവധികളെ പറ്റി പരാമർശിക്കുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 61 മുതൽ 122 വരെ ലീവ് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലീവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2: ഓർഡിനറി ലീവ് എന്നും സ്പെഷ്യൽ ലീവ് എന്നും. ഓർഡിനറി ലീവും സ്പെഷ്യൽ ലീവും, സാധാരണ ലീവും സ്പെഷ്യൽ ലീവും, അങ്ങനെ രണ്ടായിട്ട് ലീവുകളെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എഴുതാൻ പറ്റുമെന്ന് നോക്കുക, പെട്ടെന്നൊന്ന് എഴുതി പോവുക. ഓർഡിനറി ലീവിൽ ഏതൊക്കെ വരും, സ്പെഷ്യൽ ലീവിൽ ഏതൊക്കെ വരുമെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇതിന് പ്രാഥമികമായ ചില വിവരങ്ങളാണ്. നമുക്ക് ഇന്ന് അതിനെ ഡീപ്പായിട്ട് ഓരോന്നിനെ സ്പെസിഫൈ ചെയ്ത് പോകാം. അപ്പോൾ ഓർഡിനറി ലീവിനെ സംബന്ധിച്ച് വരുന്നത് ഏൺഡ് ലീവ്. അത് റൂൾ 78 ആണ് ഏൺഡ് ലീവിനെ പറ്റി പറയുന്നത്. ഏൺഡ് ലീവ് റൂൾ 78. ഈ രണ്ടാമത് ഓർഡിനറി ലീവ് എന്ന് പറയുന്നത് ഹാഫ് പേ ലീവ്. ഹാഫ് പേ ലീവ് അർദ്ധവേതനാവധി. ഹാഫ് പേ ലീവ് റൂൾ 83 ആണ്. ഹാഫ് പേ ലീവ് റൂൾ 83. അടുത്തത് കമ്മ്യൂട്ടഡ് ലീവ്. കമ്മ്യൂട്ടഡ് ലീവ് റൂൾ 84-ലാണ് വരുന്നത്. കമ്മ്യൂട്ടഡ് ലീവ് അഥവാ പരിവർത്തിതാവധി. മലയാളം കൂടെ മനസ്സിലാക്കി പോവുക. ഭരണഭാഷ മലയാളമായതുകൊണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് മലയാളം ടേമുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ പരമാവധി ഇംഗ്ലീഷ് വാക്കുകളുടെ മലയാളം രൂപം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ പ്രത്യേകിച്ചും ഇപ്പോൾ എനിക്ക് തോന്നുന്നു സർവീസ് ബുക്കൊക്കെ മലയാളത്തിലേക്ക് ആക്കി, സേവന പുസ്തകം മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് മലയാളത്തിലേക്ക് എഴുതേണ്ടി വരും. അതുകൊണ്ട് ചില പറ്റുന്ന പദങ്ങളുടെ മലയാള ഭാഷ രൂപം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ കമ്മ്യൂട്ടഡ് ലീവ് റൂൾ 84 പരിവർത്തിതാവധിയാണ്. ഇനി അടുത്ത ഓർഡിനറി ലീവിൽ വരുന്നത് ലീവ് നോട്ട് ഡ്യൂ. ലീവ് നോട്ട് ഡ്യൂ, NOT, നോട്ട് ഡ്യൂ, DUE, ഡ്യൂ. ലീവ് നോട്ട് ഡ്യൂ റൂൾ 85-ലാണ് അതിനെപ്പറ്റി പരാമർശിക്കുന്നത്. റൂൾ 85-ലാണ് ലീവ് നോട്ട് ഡ്യൂ പരാമർശിക്കുന്നത്. ഇനി അടുത്തത് ലീവ് വിത്തൗട്ട് അലവൻസ്. ലീവ് വിത്തൗട്ട് അലവൻസ്, ശമ്പളമില്ലാത്ത അവധി, ശൂന്യവേതനാവധി. അത് റൂൾ 85-ലും അപ്പൻഡിക്സ് 12A, 12B, 12C ഇങ്ങനെ ഇത്രയും സ്ഥലത്ത് അത് പരാമർശിക്കുന്നുണ്ട്. KSR പാർട്ട് 1-ന്റെ റൂൾ 85-ലും അപ്പൻഡിക്സ് 12A, 12B, 12C ഇത്രയും സ്ഥലത്ത് ഈ ലീവ് വിത്തൗട്ട് അലവൻസിനെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ലീവിനെ നമ്മൾ ബ്രോഡ്ലി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓർഡിനറി ലീവ് എന്നും സ്പെഷ്യൽ ലീവ്. ഓർഡിനറി ലീവ് നമ്മളിപ്പം പറഞ്ഞ ഏൺഡ് ലീവ്. ഏൺഡ് ലീവിനെ ആർജിതാവധി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഏൺഡ് ലീവിനെ ആർജിതാവധി എന്നാണ് പറയുന്നത്. ഏൺഡ് ലീവ് റൂൾ 78,
ഹാഫ് പേ ലീവ് അഥവാ അർദ്ധ വേതനാവധി റൂൾ 83, കമ്മ്യൂട്ടഡ് ലീവ് അഥവാ പരിവർത്തിതാവധി റൂൾ 84, ലീവ് നോട്ട് ഡ്യൂ റൂൾ 85, ലീവ് വിത്തൗട്ട് അലവൻസ് ശൂന്യവേതനാവധി റൂൾ 85ലും അപ്പൻഡിക്സ് 12A, 12B, 12C ഇത്രയും ലീവുകളാണ് ഓർഡിനറി ലീവായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി സ്പെഷ്യൽ ലീവിൽ വരുന്നത് പ്രസവാവധി, മെറ്റേണിറ്റി ലീവ്, പ്രസവാവധി റൂൾ 100ലാണ് അത് പരാമർശിക്കുന്നത്. നമ്മൾ ഇനി സ്പെഷ്യൽ ലീവിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. സ്പെഷ്യൽ ലീവില് ആദ്യം നമ്മൾ പഠിക്കുന്നത് മെറ്റേണിറ്റി ലീവ്, പ്രസവാവധി റൂൾ 100ലാണ്. രണ്ടാമത്തത് പെറ്റേണിറ്റി ലീവ് അഥവാ പിതൃ ലീവ്, പെറ്റേണിറ്റി ലീവ് അത് റൂൾ 102A-ലാണ്. 102A-ലാണ് അത് പരാമർശിക്കുന്നത്. അപ്പോൾ ആദ്യം മെറ്റേണിറ്റി ലീവ് റൂൾ 100, പെറ്റേണിറ്റി ലീവ് റൂൾ 102A. അടുത്തത് കുട്ടികളെ ദത്തെടുക്കുന്നതിനുള്ള ലീവ്, ചൈൽഡ് അഡോപ്ഷൻ ലീവ്, കുട്ടികളെ ദത്തെടുക്കുന്നതിനുള്ള ലീവ്, ചൈൽഡ് അഡോപ്ഷൻ ലീവ് റൂൾ 102A തന്നെയാണ്. 102A-ലാണ് കുട്ടികളെ ദത്തെടുക്കുന്നതിനുള്ള അവധിയെ പറ്റി പരാമർശിക്കുന്നത്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ ലീവാണ് സ്റ്റഡി ലീവ്. സ്റ്റഡി ലീവ് റൂൾ 91ലാണ് പഠനാവശ്യത്തിനുള്ള ലീവിനെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. റൂൾ 91ലാണ്, അത് വളരെ പ്രധാനമാണ്. ഈ റൂൾ 91 പഠനാവശ്യത്തിനുള്ള ലീവ്, സ്റ്റഡി ലീവ്. അടുത്തത് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് റൂൾ 97ലാണ് സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവിന് പരാമർശിക്കുന്നത്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് റൂൾ 97ലാണ്. അടുത്ത ഒരു സ്പെഷ്യൽ ലീവ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ലീവ്. ഹോസ്പിറ്റൽ ലീവ് അത് റൂൾ 103ലാണ് ഹോസ്പിറ്റൽ ലീവിനെ പറ്റി പറയുന്നത്. റൂൾ 103ലാണ് ഹോസ്പിറ്റൽ ലീവിനെ പറ്റി പരാമർശിക്കുന്നത്. അടുത്തത് ഗർഭപാത്രം നീക്കുന്നതിനുള്ള ലീവ്. ഗർഭപാത്രം നീക്കുന്നത് സംബന്ധിച്ച് അനുവദിക്കുന്ന ലീവ് അത് റൂൾ 101A-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൂൾ 101A-ലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് അബോർഷനെ തുടർന്നുള്ള അവധി. അബോർഷനെ തുടർന്നുള്ള അവധി, ലീവ് ഫോർ മിസ്കാരേജ് എന്ന് പറയുന്നത്, അത് റൂൾ 101ലാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ ലീവ് നമുക്കൊന്നുകൂടെ നോക്കാം. മെറ്റേണിറ്റി ലീവ്, പ്രസവാവധി, മെറ്റേണിറ്റി ലീവ്, കുട്ടികളെ ദത്തെടുക്കുന്നതിനുള്ള ലീവ്, പഠനാവശ്യത്തിനുള്ള ലീവ്, സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ്, ഹോസ്പിറ്റൽ ലീവ്, ഗർഭപാത്രം നീക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ലീവ്, അബോർഷനുമായി ബന്ധപ്പെട്ട് അനുവദിക്കുന്ന ലീവ്. ഇങ്ങനെ 8 എണ്ണം സ്പെഷ്യൽ ലീവും ഉണ്ട്, 5 എണ്ണം ഓർഡിനറി ലീവും ഉണ്ട്. അപ്പൊ ഇതിന്റെ റൂളുകളും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ഒന്നുകൂടെ ഈ സ്പെഷ്യൽ ലീവിന്റെ റൂളുകൾ ഒന്നുകൂടെ പറയാം. മെറ്റേണിറ്റി ലീവ് റൂൾ 100ആണ്. മെറ്റേണിറ്റി ലീവ് റൂൾ 102A-ആണ്. ചൈൽഡ് അഡോപ്ഷൻ ലീവ് റൂൾ 102A-ആണ്. പഠനാവധി സ്റ്റഡി ലീവ് റൂൾ 91ആണ്. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് റൂൾ 97, റൂൾ 97ആണ്. ഹോസ്പിറ്റൽ ലീവ് റൂൾ 103ആണ്. ഗർഭപാത്രം നീക്കുന്നതിന് അനുവദിക്കുന്ന ലീവ് റൂൾ 101A-ലാണ്. അബോർഷനുമായി ബന്ധപ്പെട്ട ലീവ് 101ലാണ് പരാമർശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓർഡിനറി ലീവും സ്പെഷ്യൽ ലീവും, ഈ 2 കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിൻ്റെ റൂളും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് ഉപകാരിക്കും. ഇപ്പോൾ ഇത് പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് ലീവുകൾ 2 തിരിക്കാം. അതിൽ അർഹതയുള്ള ലീവ് നമ്മൾ പറയാറില്ലേ, എലിജിബിൾ ലീവ് എന്ന് പറയുന്ന ഏതൊക്കെയാണ്? അർഹതയുള്ള ലീവുകൾ. അർഹതയുള്ള ലീവ് എന്നാൽ ഹാഫ് പേ ലീവ്, ഏൺഡ് ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്, ഇവയാണ് അർഹതയുള്ള ലീവ് എന്ന് പറയുന്നത്. എലിജിബിൾ ലീവ് മീൻസ് ഏൺഡ് ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്. അപ്പൊ ഇത് 3മാണ് നമ്മൾ എലിജിബിൾ ലീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർഹത ഉള്ള ലീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏൺഡ് ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്. ഇത് റൂൾ 118A നോട്ടിലാണ് ഇത് പറയുന്നത്.
റൂൾ 118A നോട്ട്. ആ കുറിപ്പിലാണ് ഇതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ എലിജിബിൾ ലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ എലിജിബിൾ ലീവും എല്ലാ കാറ്റഗറിയിലും ഉൾപ്പെടുത്തില്ല. എലിജിബിൾ ലീവ് മീൻസ് എൺ ലീവ്, ഹാഫ് ഡേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്. ഇനി ഓർഡിനറി ലീവും സ്പെഷ്യൽ ലീവും തമ്മിലുള്ള ഒരു പ്രകടമായ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഓർഡിനറി ലീവ്, അതായത് സാധാരണ ലീവിന്റെ കാര്യം, ഒരു ലീവ് അക്കൗണ്ട് കൃത്യമായി ഉണ്ടായിരിക്കും. നമ്മുടെ സർവീസ് ബുക്കിലൊക്കെ നമ്മൾ അതിനെ പറ്റി ഒരു ലീവ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഇൻ ദ കേസ് ഓഫ് ഓർഡിനറി ലീവ് there should be a leave account. ഒരു ലീവ് അക്കൗണ്ട് ഓർഡിനറി ലീവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലീവ് അക്കൗണ്ട് മസ്റ്റായി ഉണ്ടായിരിക്കണം. നമ്മുടെ സർവീസ് പുസ്തകത്തില്, സേവന പുസ്തകത്തില് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അക്കൗണ്ട് പ്രത്യേകിച്ച് പേജിൽ ഇപ്പൊ എൻ ലീവ് എത്രയാണ്, ഹാഫ് ലീവ് എത്രയാണ്, കമ്മ്യൂണിറ്റി ലീവ് എത്രയാണ് എടുത്തതിനെ പറ്റിയുള്ള വ്യക്തമായ കണക്ക് അതിൽ ഉണ്ടായിരിക്കും. അത് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് ഓർഡിനറി ലീവ് there should be a leave account, but in the case of special leave there is no separate leave account. അപ്പോൾ സ്പെഷ്യൽ ലീവിലാണെങ്കിൽ there is no separate leave account, ഒരു ലീവ് അക്കൗണ്ട് കാണില്ല. അപ്പോൾ ഇത് തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. ഓർഡിനറി ലീവില് there should be a leave account. In special leave there is no separate leave account. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ആവശ്യമാണ്. റൂൾ 65 ഒരു കാര്യം പറയുന്നുണ്ട്, ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്സ്. ലീവ് ഒരു അവകാശമായി ആവശ്യപ്പെടാൻ പാടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലീവ് ഒരു അവകാശമല്ല. ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്സ്. ലീവ് ഒരു അവകാശമായിട്ട് നമുക്ക് ഒരിക്കലും ആവശ്യപ്പെടാൻ പാടില്ല. അത് റൂൾ 65 അസന്നിഗ്ധമായി പറയുന്ന ഒരു കാര്യമാണ്. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാം മൈൻഡിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ലീവ് കനോട്ട് ബി ക്ലെയിംഡ് എ മാറ്റർ ഓഫ് റൈറ്റ്സ്. ലീവ് എന്ന് പറയുന്ന ഒരു അവകാശമായി ആവശ്യപ്പെടാൻ പറ്റില്ല. അപ്പോൾ റൂൾ 65 അത് പറയുന്നുണ്ട്. ആ റൂൾ 65 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു ലീവ് അനുവദിക്കുന്ന അധികാരിക്ക് അത് നിരസിക്കാനും അധികാരമുണ്ടെന്നുള്ളതാണ്. അത് റൂൾ 65 തന്നെ അതും പറയുന്നത്. ലീവ് അനുവദിക്കാൻ കോമ്പറ്റന്റ് ആയിട്ടുള്ള അധികാരി ആരാണോ അദ്ദേഹത്തിന് അത് നിരസിക്കാനും എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു വാലിഡ് റീസൺ വെച്ചുകൊണ്ട് അത് നിരസിക്കാനും അദ്ദേഹത്തിന് അധികാരമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടത്, ഗവൺമെന്റിന് മാത്രം അനുവദിക്കാവുന്ന ചില ലീവുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമാണ്. ഒട്ടേറെ എക്സാമിനേഷനിൽ ക്വസ്റ്റ്യനിൽ അത് കാണുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ഒരു പ്രത്യേക ചില ലീവുകൾ ഗവൺമെന്റിന് മാത്രമേ, സർക്കാരിന് മാത്രം അനുവദിക്കാവുന്ന ചില ലീവുകളുണ്ട്. നമ്മുടെ ഓഫീസിൽ മേധാവിക്കോ അല്ലെങ്കിൽ കോമ്പറ്റന്റ് അതോറിറ്റിക്കോ അനുവദിക്കാൻ പറ്റാതെ ഗവൺമെന്റിന് മാത്രം, സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന അനുവദിക്കാവുന്ന ചില ലീവുകളുണ്ട്. അതൊന്ന് മനസ്സിലാക്കാം. അത് ഏതൊക്കെയാണ്? അതായത് ടൈപ്സ് ഓഫ് ലീവ് that can be sanctioned only by governments. ഗവൺമെന്റിന്, സർക്കാരിന് മാത്രം അനുവദിക്കാവുന്ന ലീവുകളുണ്ട്. ആ ലീവ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. LWA exceeding 180 days at a time. 180 ദിവസത്തിൽ കൂടുതൽ ഉള്ള ശൂന്യവേതനാവധി, 180 ദിവസത്തിൽ കൂടുതലുള്ള ശമ്പളമില്ലാത്ത അവധിക്ക് ഗവൺമെന്റിന് മാത്രമേ അതിന് അധികാരമുള്ളൂ, അത് അനുവദിക്കാനുള്ള അധികാരമുള്ളൂ. ഓക്കെ. LWA exceeding 180 days at a time, 180 ദിവസത്തിൽ കൂടുതലുള്ള ശൂന്യവേതനാവധിക്ക് അനുവദിക്കാനുള്ള അർഹത അല്ലെങ്കിൽ അതിനുള്ള പവർ ഗവൺമെന്റിൽ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തത്, പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർക്ക് 3 മാസത്തിന് മേലുള്ള ശമ്പളമില്ലാത്ത അവധി അത് ഗവൺമെന്റ് മാത്രമേ അംഗീകരിക്കാനുള്ള അധികാരം. ഫോർ പാർട്ട് ടൈം കണ്ടിജന്റ് എംപ്ലോയീസ് LWA exceeding 3 months at a time. പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർക്ക് 3 മാസത്തിന് മേൽ ഉള്ള ശമ്പളമില്ലാത്ത അവധി അനുവദിക്കാൻ ഉള്ള പവർ സർക്കാരിന് മാത്രമേ ഉള്ളൂ. നമ്മുടെയൊക്കെ ഹെഡ് ഓഫ് ഓഫീസിന് അതില്ല. ഇനി ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം, LWA for study purpose under Appendix 12B, അപ്പൻഡിക്സ് 12B പ്രകാരമുള്ള ശമ്പളരഹിത അവധി അനുവദിക്കാനുള്ള അധികാരം
സർക്കാരിന് മാത്രമേ ഉള്ളൂ. പഠനാവശ്യത്തിന് അപ്പൻഡിക്സ് 12B പ്രകാരമുള്ള ശമ്പളരഹിത അവധി അനുവദിക്കാൻ സർക്കാരിന് മാത്രമേ പവറുള്ളൂ. ഇനി അതേപോലെ തന്നെ സ്റ്റഡി ലീവ് അണ്ടർ റൂൾ 91A, റൂൾ 91 പ്രകാരം ഉള്ള പഠനാവധി അനുവദിക്കാനും സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ 4 കാറ്റഗറിയിലുള്ള ലീവുകൾ ഓൺലി ബൈ ഗവൺമെന്റ് മാത്രമേ ഈ 4 തരത്തിലുള്ള ലീവുകളെ സാങ്ഷൻ ചെയ്യാനുള്ള അധികാരമുള്ളൂ. LWA exceeding 180 days at a time. For part-time contingent employees, LWA exceeding 3 months at a time. 3 മാസത്തിൽ കൂടുതൽ ഉള്ള ശമ്പളമില്ലാത്ത അവധി പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ അത് ഗവൺമെന്റിന് മാത്രമേ അത് അനുവദിക്കാനുള്ള അധികാരമുള്ളൂ. LWA for study purpose under Appendix 12B, അപ്പൻഡിക്സ് 12B പ്രകാരം ഉള്ള ശമ്പളരഹിത അവധി പഠനാവധിക്ക് സർക്കാരിന് മാത്രമേ അത് അനുവദിക്കാനുള്ള അധികാരമുള്ളൂ. ഇനി സ്റ്റഡി ലീവ് അണ്ടർ റൂൾ 91 പ്രകാരമുള്ള പഠനാവധിക്കും അത് അനുവദിക്കാനുള്ള അധികാരം സർക്കാരിന് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും എലിജിബിൾ ലീവിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലിജിബിൾ ലീവാണ് ഏൺഡ് ലീവ് അഥവാ ആർജിത അവധി എന്ന് പറയുന്നത്. റൂൾ 78 അത് പരാമർശിക്കുന്നുണ്ട്. ആർജിത അവധിയെ പറ്റി നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർജിതാവധി. നമുക്ക് അതിന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ കാൽക്കുലേഷനിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് നോക്കാം. ഏൺഡ് ലീവ് ആർക്കൊക്കെയാണ് അഡ്മിസിബിൾ ആയിട്ടുള്ളത്, ആർക്കൊക്കെയാണ് അത് എടുക്കാനുള്ള അർഹതയുള്ളത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഏൺഡ് ലീവ് ഈസ് എലിജിബിൾ ടു പെർമനന്റ്, ടെമ്പററി, പ്രൊവിഷണൽ എംപ്ലോയീസ്, പാർട്ട് ടൈം കണ്ടിജന്റ് എംപ്ലോയീസ്, ഫുൾ ടൈം കണ്ടിജന്റ് എംപ്ലോയീസ്. ഏൺഡ് ലീവ് സ്ഥിരം ജീവനക്കാർ, താൽക്കാലിക വിഭാഗം ജീവനക്കാർ, പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർ, ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർ ഇവർക്കെല്ലാം ബാധകം. And it is eligible to permanent, temporary, provisional employees, part-time contingent employees, full-time contingent employees. ഇവർക്കെല്ലാം ബാധകമാണ് ഈ പറയുന്ന ഏൺഡ് ലീവ് എന്ന് പറയുന്നത്. റൂൾ 78 അത് പറയുന്നത്. ഇനി അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുത, in the case of permanent employees, it is earned 1/11 for duty days. സ്ഥിരം ജീവനക്കാർക്ക് 11 ഡ്യൂട്ടി ദിവസങ്ങൾക്ക് ഒരു ദിവസം, 11 ഡ്യൂട്ടി ദിവസങ്ങൾക്ക് ഒരു ദിവസം എന്ന നിരക്കിൽ ഈ ലീവ് ലഭിക്കും. സ്ഥിരം ജീവനക്കാർക്ക് 11 ഡ്യൂട്ടി ദിവസങ്ങൾക്ക് ഒരു ദിവസം എന്ന നിരക്കിൽ ഈ ലീവ് അനുവദിക്കുന്നു. ഓക്കെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ഇതിന്റെ കാൽക്കുലേഷനൊക്കെ വരുന്നതാണ്. അപ്പം സ്ഥിരം ജീവനക്കാർക്ക് 11 ദിവസങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരു ഏൺഡ് ലീവ് നമുക്ക് ആർജിക്കാൻ കഴിയും. അതാണ് ആർജിത അവധി എന്ന് പറയുന്നത്. ഏൺ ചെയ്യാൻ കഴിയും, നമുക്ക് ആർജിക്കാൻ കഴിയും, അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയും. ഇനി സ്ഥിരം ജീവനക്കാർക്ക് ആദ്യത്തെ ഒരു വർഷത്തിൽ 22/1 എന്ന നിരക്കിൽ ലഭിക്കും. അപ്പൊ നമ്മൾ സ്ഥിര ജീവനക്കാര് എൻട്രി കേഡറിൽ കയറുമ്പോൾ ആദ്യത്തെ ഒരു വർഷം അത് 22 ദിവസം ജോലി ചെയ്യുമ്പോൾ ഒരു ഏൺ ലീവ് നമുക്ക് ആർജിക്കാൻ കഴിയും. അപ്പോൾ സ്ഥിരം ജീവനക്കാർക്ക് ആദ്യത്തെ ഒരു വർഷത്തിൽ 22/1 എന്ന നിരക്കിൽ ലഭിക്കുന്നു. എന്നാൽ 3 വർഷം തികയുമ്പോൾ ആദ്യ വർഷത്തേക്കുള്ള ലീവ് 11/1 എന്ന നിരക്കിൽ പുനഃക്രമീകരിച്ചു നൽകുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട റൂളാണ്. റൂൾ 78 ആണ്. അതായത് ഫോർ ദ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ് earn leave is calculated at the rate of 1/22. On completion of 3 years of service, it is recredited. അത് അങ്ങനെയാണ് പറയുന്നത്. It is recredited at the rate of 1/11. അപ്പോൾ അതിന് പുനഃക്രമീകരിച്ച് നൽകുകയാണ്. അപ്പൊ സ്ഥിര ജീവനക്കാർക്ക് ആദ്യത്തെ ഒരു വർഷത്തിൽ 22/1 എന്ന നിരക്കിൽ ഏൺ ലീവ് ലഭിക്കുന്നു. എന്നാൽ 3 വർഷം തികയുമ്പോൾ on completion of 3 years ആദ്യ വർഷത്തേക്കുള്ള ലീവ്
11/1 എന്ന നിരക്കിൽ റീക്രെഡിറ്റ് ചെയ്ത് നൽകുന്നു. അത് റൂൾ 78 ഇത് നമ്മൾ പലപ്പോഴും എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലൊക്കെ ഇരിക്കുന്ന ജീവനക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. എൻട്രി കേഡറിൽ ഒരാൾ വരുമ്പോൾ അദ്ദേഹം 1 വർഷത്തിൽ അദ്ദേഹത്തിന് നമ്മൾ 22/1 ഏൺ ലീവ് കൊടുക്കുന്നത്. പക്ഷെ അതേസമയം അദ്ദേഹം 3 വർഷം കഴിഞ്ഞ് അദ്ദേഹം പണ്ട് കൺഫർമേഷനൊക്കെ ഉണ്ടായിരുന്നു, സർവീസിന്റെ ഒരു കൺഫർമേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൺഫർമേഷന് കാത്തു നിൽക്കാതെ തന്നെ അദ്ദേഹം 3 വർഷം സർവീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന് ആദ്യ വർഷത്തെ അത് നമ്മൾ 22/1 ആയിട്ട് അനുവദിച്ച ലീവിനെ 11/1 നമുക്ക് വീണ്ടും പുനഃക്രമീകരിക്കുകയും നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ലീവും കൂടെ ആർജിക്കാൻ കഴിയുകയും ചെയ്യും. പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 22/1 എന്ന നിരക്കിൽ ഓരോ വർഷത്തേക്ക് ലീവ് കണക്കാക്കുകയും എന്നാൽ 1 വർഷം 15 എന്ന നിരക്കിൽ പരിമിതപ്പെടുത്തിയിരിക്കും. അപ്പൊ പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 22/1 എന്ന നിരക്കിൽ ഓരോ വർഷത്തേക്ക് ഈ ലീവ് കണക്കാക്കപ്പെട്ടു അവർക്ക്. എന്നാൽ 1 വർഷം 15 എന്ന നിരക്കിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചാണ്. 25/11/1988 ഇറങ്ങിയ ഒരു ഗവൺമെന്റ് ഓർഡറിലാണ് ഇതിനെ സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വസ്തുത, അത് എക്സാമിനേഷൻ പലപ്പോഴും ചോദിക്കുന്നതാണ്. The maximum number of earned leave that can be credited into account is 300 days. ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിൽ പരമാവധി ഇടാവുന്ന ഏൺഡ് ലീവ് 300 ആണ്. The maximum number of earned leave that can be credited into account is 300 days. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒട്ടേറെ എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുള്ളതാണ്. റൂൾ 79 ആണ് പറയുന്നത്. റൂൾ 79 ഇക്കാര്യം പറയുന്നത്. ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിൽ പരമാവധി ഇടാവുന്ന ഏൺഡ് ലീവ് 300 ആകുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു വസ്തുത, ഒരേ സമയം പരമാവധി എടുക്കാവുന്ന ഏൺഡ് ലീവിന്റെ എണ്ണം 180 ആകുന്നു. അത് റൂൾ 79 തന്നെയാണ് നമ്മൾ പറയുന്നത്. The maximum number of earned leave that can be availed in a single spell is 180 days. ഒരു സിംഗിൾ സ്പെല്ലിൽ ഒരേ സമയം നമുക്ക് പരമാവധി ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് എടുക്കാവുന്ന ഏൺഡ് ലീവിന്റെ എണ്ണം എന്ന് പറയുന്നത് 180 ആണ്. The maximum number of earned leave that can be availed in a single spell is 180 days. റൂൾ 79 കേസാണ് തന്നെയാണ് ഇത് പറയുന്നത്. റൂൾ 79 ഇത് പറയുന്നത്. ഇതും വളരെ പ്രധാനപ്പെട്ട ഇതാണ്. ക്വസ്റ്റ്യനിൽ ഒട്ടേറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ഇനി ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ്, നമ്മൾ LPR എന്ന് പറയും. അതായത് പെൻഷൻ പറ്റുന്നതിന് മുന്നോടിയായി ഏൺഡ് ലീവ് പരമാവധി തുടർച്ചയായി 300 ദിവസം വരെ അനുവദിക്കാവുന്നതാണ്. ഒരാള് റിട്ടയർ ചെയ്യുന്നതിന്റെ മുന്നോടിയായി, പെൻഷൻ പറ്റുന്നതിന് മുന്നോടിയായി ഏൺഡ് ലീവ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ പരമാവധി തുടർച്ചയായി 300 ദിവസം അദ്ദേഹത്തിന് ഏൺഡ് ലീവ് അനുവദിക്കുന്നതാണ്. ഇപ്പൊ ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ദ മാക്സിമം ഏൺഡ് ലീവ് ദാറ്റ് ക്യാൻ ബി അവൈൽഡ് ഈസ് 300 days. അപ്പൊ പെൻഷന് മുന്നോടിയായിട്ട് നമുക്ക് 300 ദിവസത്തെ ഏൺഡ് ലീവ് അനുവദിക്കുന്നതാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, the surrender of earned leave in a financial year is allowed in a single spell only. ഒരു വർഷത്തിൽ ഒറ്റ തവണ മാത്രമേ നമുക്ക് ലീവ് സറണ്ടർ അനുവദിക്കൂ. ഇപ്പോൾ the surrender of earned leave in a financial year is allowed in a single spell only. ഒറ്റ തവണയായിട്ട് മാത്രമേ ഒരു സാമ്പത്തിക വർഷം നമുക്ക് സറണ്ടർ ലീവ് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ, ലീവ് സറണ്ടർ എടുക്കാൻ കഴിയുള്ളൂ, അനുവദിച്ചിട്ടുള്ളൂ. അത് ഇപ്പോഴത്തെ ഒരു വസ്തുതയാണ്. അതേപോലെ ഒരു സാമ്പത്തിക വർഷം പരമാവധി സറണ്ടർ ചെയ്യാവുന്ന ഏൺഡ് ലീവ് 30 എണ്ണമാണ്. അത് നമുക്കറിയാം. ഒരു സാമ്പത്തിക വർഷം പരമാവധി സറണ്ടർ ചെയ്യാവുന്ന ഏൺഡ് ലീവ് 30 ആണ്. Okay, the maximum number of earned leave that can be surrendered in a financial year is 30 days. Okay. ഇപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ വല്ല ഒരു ചില ആശയക്കുഴപ്പം വരുന്നൊരു കാര്യം, ഏൺഡ് ലീവിന് തുടർച്ചയായിട്ട് കമ്മ്യൂട്ടർ ലീവ് എടുക്കാമോ, ഏൺഡ് ലീവിന് തുടർച്ചയായിട്ട് കമ്മ്യൂട്ടർ ലീവ് എടുക്കാമോ എന്നുള്ള പലപ്പോഴും നമുക്കൊരു ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഏൺഡ് ലീവിന് തുടർച്ചയായി കമ്മ്യൂട്ടർ ലീവ് എടുക്കാവുന്നതാണ്.
earned leave, the combination of earned leave with the commuted leave is allowed. The combination of earned leave with the commuted leave is allowed. Earned leave തുടർച്ചയായിട്ട് commuted leave എടുക്കാവുന്നതാണ്. എന്നാൽ earned leave cannot be combined with the ordinary casual leave. എന്നാൽ earned leave തുടർച്ചയായോ മുമ്പോ casual leave എടുക്കാൻ പാടുന്നതല്ല. earned leave തുടർച്ചയായോ മുമ്പോ casual leave എടുക്കാൻ പാടുന്നതല്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മനസ്സിലാക്കുക. earned leave പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, വെക്കേഷൻ സ്റ്റാഫിന്, ഇപ്പൊ അധ്യാപകർ അങ്ങനെയുള്ളവർക്ക് വെക്കേഷൻ സ്റ്റാഫിന് earned leave അനുവദിക്കുന്നതല്ല. earned leave is not admissible to vacation department. വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകൾക്ക് earned leave അഡ്മിസിബിൾ ആയിട്ടില്ല. earned leave is not admissible to vacation department. ഇനി നമുക്ക് അപ്പൊ earned leave പറ്റി ഒരു ചെറിയ ധാരണ നമ്മൾ വന്നു എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പൊ നമുക്കിവിടെ ഒരു earned leave പറ്റിയുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം നമുക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഒന്ന് റെഡി ആയിക്കോളൂ. ക്വസ്റ്റ്യൻ എന്ന് എഴുതും. calculate the earned leave at the credit of a clerk on as on 1/6/2012 who entered in service on 20/4/2010. ചോദ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ദി earned leave at the credit of a clerk as on 1/6/2012 who entered in service on 20/4/2010. നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട ഡാറ്റ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് എൻട്രി ഇൻ സർവീസ്. ഡേറ്റ് ഓഫ് എൻട്രി ഇൻ സർവീസ് നമുക്ക് ആദ്യം എടുക്കാം. അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ സർവീസിൽ പ്രവേശിച്ചിരിക്കുന്നത് 20/4/2010. 20/4/2010 അദ്ദേഹം സർവീസിൽ പ്രവേശിച്ചത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, സർവീസിൽ കയറുമ്പോൾ ആദ്യത്തെ ഒരു വർഷം നമുക്ക് 22/1 എന്ന അനുപാതത്തിലാണ് നമുക്ക് ആർജിതാവധി അനുവദിക്കുന്നത്. അപ്പോൾ earned leave earned for the first year of service, earned leave earned for the first year of service. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് അദ്ദേഹം സർവീസ് കയറിയത് 20/4/2010. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് 20/4/2010 മുതൽ 19/4/2011 വരെ. ഓക്കെ, അദ്ദേഹത്തിന്റെ ആദ്യ വർഷം എന്ന് പറയുന്നത് 20/4/2010 മുതൽ 19/4/2011 വരെ. അപ്പൊ ആ ഒരു വർഷം 365 ദിവസമാണ്. അപ്പൊ 365 നമ്മൾ 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? ഇപ്പം 17 ദിവസമായിട്ട് എടുക്കാം. സാധാരണ അതിനകത്ത് 17 ദിവസമായി. സാധാരണ രീതിയിൽ ഒരു വർഷത്തിൽ എത്ര earned leave എന്ന് ആദ്യത്തെ സർവീസിൽ കയറുന്ന 22/1 വെച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 17 ദിവസമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. earned leave earned for the first year of service from 20/4/2010 to 19/4/2011 17 ദിവസമാണ്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അദ്ദേഹം ഈ തുടർന്ന് വരുന്ന, അപ്പം ആദ്യത്തെ ഒരു വർഷം നമ്മൾ കണ്ടു. ഇനി അടുത്തത് നമ്പർ ഓഫ് ഡേയ്സ് സ്പെൻഡ് ഓൺ ഡ്യൂട്ടി ഫ്രം 20/4/2011 ടു 31/5/2012. പറയാം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഡേയ്സ് സ്പെൻഡ് ഓൺ ഡ്യൂട്ടി ഫ്രം 20/4/2011 ടു
31/5/2012. 31/5/2012 എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ 1/6/2012 ഡേറ്റിൽ വരുന്ന ലീവാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ തൊട്ട് തലേ ദിവസം 31/5/2012. ഓക്കെ, ഇത് നമ്മൾ കണക്കാക്കുന്നത് നമ്മൾ മുമ്പ് പെൻഷനിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ദിവസങ്ങൾ കണക്കാക്കാൻ അല്പം ശ്രദ്ധിക്കുക. ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 20/4/2011 മുതൽ 31/5/2012 വരെ എത്ര ദിവസം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മളിങ്ങനെ എഴുതി ചെയ്തേ പറ്റുള്ളൂ, എഴുതി കൂട്ടിയാലേ പറ്റുള്ളൂ. ഒന്നുകിൽ നമ്മൾ മാസം എടുത്ത് ഇങ്ങനെ ഓരോന്നാട്ട് ഇങ്ങനെ എഴുതി വരണം. അതിന് പകരം നമുക്ക് നമ്മൾ പെൻഷൻ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ ക്വാളിഫയിങ് സർവീസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ചെയ്ത ഒരു കാര്യം ഉണ്ടല്ലോ. ഇവിടെ ഉദാഹരണമായിട്ട് 20/4/2011 മുതൽ 19/4/2012 വരെ നമുക്ക് ഒരു വർഷമല്ലേ. 20/4/2011 മുതൽ 19/4/2012 വരെ ഒരു വർഷമാകുമ്പോൾ നമുക്ക് നോർമലി 365 ദിവസം വരണം. പക്ഷെ ഇവിടെ നോക്കൂ, ഈ 19/4/2012 എന്ന് പറയുന്ന ഒരു അതിവർഷമാണ്, ലീപ് ഇയർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ദിവസം കൂടുതൽ വരാൻ സാധ്യതയില്ല. അപ്പൊ അവിടെ 366 ദിവസം വരും. 20/4/2011 മുതൽ 19/4/2012 വരെ 366 ദിവസം. ഓക്കെ, ഇനി നമുക്ക് തൊട്ടടുത്ത് നോക്കാം. 20/4/2012 മുതൽ 19/5/2012 വരെ 19/5/2012 വരെ 30 ദിവസം. 20/4/2012 മുതൽ 19/5/2012 വരെ 30 ദിവസം. ഇനി അവശേഷിക്കുന്നത് 20/5/2012 മുതൽ 31/5/2012 വരെ 12 ദിവസം. ദിവസം എടുക്കുമ്പോൾ നമ്മൾ തുടക്കവും ഒടുക്കവും കൂടണം. 20/5/2012 മുതൽ 31/5/2012 വരെ 12 ദിവസം. അങ്ങനെ കണക്കൂട്ടുമ്പോൾ 408 ദിവസങ്ങളാണ് നമുക്ക് അദ്ദേഹത്തിന് 20/4/2011 മുതൽ 31/5/2012 വരെ 408 ദിവസങ്ങൾ അദ്ദേഹം ഡ്യൂട്ടി ചെയ്തു. അപ്പോൾ നോക്കൂ, നമ്മൾ നേരത്തെ ഒരു 17 ദിവസം അദ്ദേഹത്തിന് ഫസ്റ്റ് ചെയ്ത് അദ്ദേഹം സർവീസിന്റെ ആദ്യ വർഷത്തിൽ ഒരു 17 ദിവസത്തിന്റെ ലീവ് അദ്ദേഹത്തിനുണ്ട്. ആ 17ഉം പിന്നെ നമ്മളിപ്പോ 408 ദിവസത്തിന് എത്ര 408 ദിവസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആദ്യത്തെ വർഷത്തിലാണ് 22-ൽ 1 വെച്ച് പോകും. പിന്നെ തുടർന്നുള്ള വർഷങ്ങള് 11-ൽ 1ആണ്. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിച്ച് 408 11-ൽ 1. അപ്പൊ 408 ഡിവൈഡ് ബൈ 11 അത് നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോൾ 37 11-ൽ 1 കിട്ടും. 37 11-ൽ 1 കിട്ടും. 408-നെ 11 ഡിവൈഡ് ചെയ്ത് നോക്കുക. 37 11-ൽ 1 കിട്ടും. അപ്പൊ 37 11-ൽ 1 ദിവസങ്ങളാണ് അദ്ദേഹത്തിന് ആദ്യത്തെ വർഷം കഴിഞ്ഞുള്ള പിന്നെ വന്ന തുടർന്നുള്ള വർഷങ്ങളിൽ അത് ഏൺ ചെയ്തത്. കാരണം ആദ്യത്തേത് നമ്മൾ 22 വെച്ച് കണക്കാക്കി, അത് 17 ദിവസം കൊണ്ട് കണക്കാക്കി വെച്ചു. അതിനെ തുടർന്ന് വരുന്ന വർഷങ്ങൾ നമ്മളിപ്പോ നോക്കി 408 ദിവസമുണ്ട്. ആ 408 ദിവസം നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് 37 11-ൽ 1 കിട്ടി. അപ്പോൾ നേരത്തെ 17ഉം ഈ 37 11-ൽ 1 കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ 17 പ്ലസ് 37 11-ൽ 1 ആകുമ്പോൾ 54 11-ൽ 1. 54 ദിവസം 11 54 11-ൽ 1 ദിവസം ഇതിന്റെ ക്രെഡിറ്റിൽ 54 11-ൽ 1. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് ഏൺ ലീവിന്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് വഴിയെ മറ്റു കാൽക്കുലേഷനിലേക്ക് നമുക്ക് കിടക്കാം. തൽക്കാലം ഇതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് തുടരാം. ഏൺ ലീവ് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഹാഫ് പേ ലീവ്. ഇനി നമുക്ക് ഹാഫ് പേ ലീവിലേക്ക് നമുക്ക് നോക്കാം. ഹാഫ് പേ ലീവ് മീൻസ് അർദ്ധ വേതനാവധി. റൂൾ 83-ലാണ് ഇതിനെപ്പറ്റി പറയുന്നത്. റൂൾ 83-ലാണ് ഹാഫ് പേ ലീവിനെ പറ്റി പറയുന്നത്. സ്ഥിരം ജീവനക്കാർക്ക് മാത്രം അർഹതപ്പെട്ടതാണ് ഹാഫ് പേ ലീവ് അഥവാ അർദ്ധവേതനം. ഹാഫ് പേ ലീവ് ഈസ് എലിജിബിൾ ടു പെർമനന്റ് എംപ്ലോയീസ് ഓൺലി. പെർമനന്റ് എംപ്ലോയീസിന് മാത്രമാണ് നമ്മുടെ ഹാഫ് പേ ലീവ് അഡ്മിസിബിൾ ആയിട്ടുള്ളത്. പൂർത്തിയാക്കുന്ന ഓരോ വർഷത്തേക്കും 20 ദിവസം മാത്രമെന്ന നിരക്കിൽ ഈ ലീവ് ലഭിക്കുകയാണ്. പൂർത്തിയാക്കുന്ന ഓരോ കംപ്ലീറ്റഡ് ഇയേഴ്സ്. അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതും എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. ഈ ഹാഫ് പേ ലീവിനെ പറ്റി പറയുമ്പോൾ ഒരു കംപ്ലീറ്റഡ് ഇയേഴ്സ് മാത്രമാണ് അതിൽ കണക്കാക്കുന്നത്. ഒരു
ഒരു പൂർണ്ണമായ ഒരു വർഷം ഒരാവശ്യമാണ്, പൂർത്തിയാക്കുന്ന ഓരോ വർഷം ആവശ്യമാണ്. ഒരു കംപ്ലീറ്റഡ് ഇയേഴ്സും ഹാഫ് വേ ലീവായിട്ട് ബന്ധമുണ്ട്. അത് എക്സാമിനേഷൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പലപ്പോഴും കാണുന്നൊരു ചോദ്യമാണത്. അപ്പോൾ പൂർത്തിയാക്കുന്ന ഓരോ വർഷത്തേക്കും 20 ദിവസം മാത്രം എന്ന നിരക്കിൽ ഈ ലീവ് ലഭിക്കും. അത് റൂൾ 56 പറയുന്നത്. ഹാഫ് വേ ലീവ് ഈസ് എലിജിബിൾ at 20 days for completed years of service only. അപ്പോൾ പൂർത്തിയാക്കുന്ന ഓരോ വർഷത്തേക്കും 20 ദിവസം മാത്രം എന്ന നിരക്കിൽ ഈ ലീവ് ലഭിക്കുന്നു. റൂൾ 56 അതിനെപ്പറ്റി പറയും. ഒരു വർഷത്തിൽ കുറഞ്ഞ ഭാഗികമായ സർവീസ് അർദ്ധവേതനാവധി കണക്കാക്കാൻ പരിഗണിക്കുകയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കംപ്ലീറ്റഡ് ഇയർ മാത്രമേ അർദ്ധവേതനാവധിക്ക് പരിഗണിക്കുകയുള്ളൂ. ഫ്രാക്ഷൻ ഓഫ് ദ ഇയർ വിൽ നോട്ട് കൗണ്ട് ഫോർ your half pay leave. Fraction of the year will not count for your half pay leave. അത് റൂൾ 86 തന്നെ അത് പറയുന്നു. റൂൾ 86 അതിനെപ്പറ്റി പറയും. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അർദ്ധവേതനാവധി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതിന് പരിധിയില്ല. നമ്മൾ ഏർലീവിൽ നേരത്തെ പറഞ്ഞു 300 ദിവസം എന്നൊക്കെ നമ്മളൊരു പരിധി പറയുന്നുണ്ട്. പക്ഷേ there is no limitation to accumulate HPL half pay leave at credit. നമ്മുടെ അക്കൗണ്ടിൽ ഹാഫ് പേ ലീവ് അർദ്ധവേതനാവധി ക്രെഡിറ്റ് ചെയ്യുന്നതിന് പരിധിയില്ല. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റ് ലീവിനോട് ചേർത്ത അർദ്ധവേതനാവധി എടുക്കാവുന്നതാണ്. HPL can be availed in continuation of other eligible leave. മറ്റേതൊരു എലിജിബിൾ ലീവിനോടൊപ്പം നമുക്ക് HPL എടുക്കാവുന്നതാണ്. HPL can be availed in continuation of other eligible leave. മറ്റ് എലിജിബിൾ ലീവിനോടൊപ്പം നമുക്ക് തീർച്ചയായിട്ട് ഹാഫ് പേ ലീവ് എടുക്കാവുന്നതാണ്. അപ്പോ അടുത്ത ഹാഫ് പേ ലീവ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് എന്താണ് ക്വാളിഫൈങ്, അടുത്ത് നമുക്ക് എൻ ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ലീവിനെ പറ്റി പറയുകയാണ്. കമ്മ്യൂട്ടഡ് ലീവ്. എലിജിബിൾ ലീവിൽ അടുത്ത് വരുന്നതാണ് കമ്മ്യൂട്ടഡ് ലീവ്, അതായത് പരിവർത്തിതാവധി എന്ന് പറയും. കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറയുന്നത് റൂൾ 84 ഇതിനെപ്പറ്റി പറയുന്നത്. കമ്മ്യൂട്ടഡ് ലീവ് റൂൾ 84 കമ്മ്യൂട്ടഡ് ലീവിനെ പറ്റി പറയുന്നത്. Commuted leave is not earned into credit automatically. കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറയുന്നത് ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിൽ തനിയെ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. അവിടെയാണ് മറ്റ് രണ്ട് ലീവുകൾ തമ്മിലുള്ള ഇതിലെ വ്യത്യാസം. മറ്റേ രണ്ട് ലീവുകളും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്രെഡിറ്റിലേക്ക് വരികയാണ്, അക്യൂമുലേറ്റ് ചെയ്യാണ്, നമ്മൾ എൻ ചെയ്യപ്പെടുകയാണ്. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, കമ്മ്യൂട്ടഡ് ലീവ് ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിൽ തനിയെ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. അടിസ്ഥാനപരമായി ചിന്തിക്കുകയാണെങ്കിൽ ബേസിക്കലി കമ്മ്യൂട്ടഡ് ലീവ് ഈസ് ഹാഫ് പേ ലീവ്. അടിസ്ഥാനപരമായി അർദ്ധവേതനാവധി തന്നെയാണ് കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറയുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതായത് ടു ഹാഫ് പേ ലീവ് ഈസ് കൺവേർട്ടഡ് ആൻഡ് അവൈൽഡ് ആസ് കമ്മ്യൂട്ടഡ് ലീവ്. നമുക്കറിയാം, ടു ഹാഫ് പേ ലീവ് ഈസ് കൺവേർട്ടഡ് ആൻഡ് അവൈൽഡ് ആസ് എ കമ്മ്യൂട്ടഡ് ലീവ്. രണ്ട് ഹാഫ് പേ ലീവിനെ ഒരു കമ്മ്യൂട്ടഡ് ലീവായി പരിവർത്തനം ചെയ്ത് നമുക്ക് അതാണ് കമ്മ്യൂട്ടഡ്, അതാണ് പരിവർത്തിതാവധി എന്ന് തന്നെ പറയാൻ കാരണം. അത് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? രണ്ട് ഹാഫ് പേ ലീവിനെ ഒരു കമ്മ്യൂട്ടഡ് ലീവായിട്ട് പരിവർത്തനം ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി ബേസിക്കലി കമ്മ്യൂട്ടഡ് ലീവ് ഈസ് ഹാഫ് പേ ലീവ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തിരിച്ചൊരു കാര്യം പറയാം. ഒരു ജീവനക്കാരന് അക്കൗണ്ടിൽ ഹാഫ് പേ ലീവ് ഇല്ല എങ്കിൽ കമ്മ്യൂട്ടഡ് ലീവ് ഇല്ല. If there is no half pay leave at credit, there is no commuted leave. If there is no half pay leave at credit, there is no commuted leave. ഒരു ജീവനക്കാരന് അക്കൗണ്ടിൽ ഹാഫ് പേ ലീവ് ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് കമ്മ്യൂട്ടഡ് ലീവും ഇല്ല. അതാണ് അതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂൾ എന്ന് പറയുന്നത്, commuted leave can be availed to an employee only on completion of 3 years of regular service. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ സർവീസിൽ കയറിയ ഉടനെ നമുക്ക് ഈ കമ്മ്യൂട്ടഡ് ലീവിന് നമുക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. Commuted leave can be availed
to an employee only on completion of 3 years of regular service. ഒരു ജീവനക്കാരന് 3 വർഷം റെഗുലർ സർവീസ് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ കമ്മ്യൂണിറ്റി ലീവ് എടുക്കാൻ പാടുള്ളൂ. റൂൾ 86A അത് വ്യക്തമായി പറയുന്നുണ്ട്. റൂൾ 86A അത് പറയുന്നത്. ഇത് തുടർച്ചയായി നമ്മൾ 6 മാസത്തിൽ കൂടുതൽ കമ്മ്യൂണിറ്റി ലീവ് എടുക്കുമ്പോൾ നമ്മുടെ HRA, നമ്മുടെ CCA എന്നിവ 6 മാസത്തേക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. HRA and CCA are eligible for 6 months only if availed commuted leave continuously more than 6 months. തുടർച്ചയായി 6 മാസത്തിന് മുകളിൽ കമ്മ്യൂട്ടഡ് ലീവ് എടുക്കുകയാണെങ്കിൽ HRA, CCA എന്നിവ 6 മാസത്തേക്ക് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും കമ്മ്യൂട്ടഡ് ലീവ് എടുക്കുന്നതിന് ഒരു പരിധിയില്ല. കമ്മ്യൂട്ടഡ് ലീവ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂട്ടഡ് ലീവ് എടുക്കുമ്പോൾ ഹാഫ് പേ ലീവ് അക്കൗണ്ടിലാണ് കുറവ് വരുന്നത്. അതാണ് കമ്മ്യൂട്ടഡ് ലീവ് എടുക്കുമ്പോൾ ഹാഫ് പേ ലീവ് അക്കൗണ്ടിലാണ് നമുക്ക് കുറവ് വരുന്നത്. അല്ലാതെ കമ്മ്യൂട്ടഡ് ലീവിന് മാത്രമായി പ്രത്യേക ലീവ് അക്കൗണ്ട് ഇല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. While availing commuted leave, it will be debited into half pay leave account. There is no separate leave account for commuted leave. Commuted leave-നായിട്ട് ഒരു സെപ്പറേറ്റ് ലീവ് അക്കൗണ്ട് ഇല്ല. While availing commuted leave, നമ്മൾ commuted leave avail ചെയ്യുമ്പോൾ it will be debited into HPL. half pay leave-ൽ നിന്ന് അത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കുറവ് വരുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് പെൻഷൻ പറ്റുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് കമ്മ്യൂട്ടഡ് ലീവ് എടുക്കാവുന്നതാണ്. ഓഫീസർ ക്യാൻ അവൈൽ കമ്മ്യൂട്ടഡ് ലീവ് കണക്റ്റഡ് വിത്ത് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ്. നമ്മൾ ലീവിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇതും നമുക്ക് ആ പെൻഷൻ പറ്റുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അടുത്ത വേറെ ലീവ്, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ 3 ലീവിലേക്ക് നമ്മൾ ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, കമ്മ്യൂട്ടഡ് ലീവ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടത് റൂൾ 88 പറയുന്ന ലീവ് നോട്ട് ഡ്യൂ. ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്ന ഒരു ലീവിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലീവ് നോട്ട് ഡ്യൂ സ്ഥിരം ജീവനക്കാർക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. ലീവ് നോട്ട് ഡ്യൂ ഈസ് എലിജിബിൾ ടു പെർമനന്റ് എംപ്ലോയീസ് ഓഫ് യു. പെർമനന്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് മാത്രമാണ് ലീവ് നോട്ട് ഡ്യൂ എലിജിബിൾ ആയിട്ടുള്ളത്. ലീവ് നോട്ട് ഡ്യൂ എടുത്താൽ അർദ്ധവേതനാവധി ഡെബിറ്റ് ചെയ്യും. എടുത്താൽ അർദ്ധവേതനാവധി തന്നെയാണ് അവിടെയും ഡെബിറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കമ്പ്യൂട്ടർ ലീവിന്റെ കാര്യം പറഞ്ഞതുപോലെ ലീവ് നോട്ട് ഡ്യൂ എടുത്താൽ അർദ്ധവേതനാവധി തന്നെയാണ് അവിടെയും ഡെബിറ്റ് ചെയ്യുന്നത്. ലീവ് നോട്ട് ഡ്യൂ ഇസ് ഡെബിറ്റഡ് ഇൻ ടു ഹാഫ് പേ ലീവ് അക്കൗണ്ട്. ഹാഫ് പേ ലീവ് അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ലീവ് നോട്ട് ഡ്യൂ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. അത് ഇതിന് പരമപ്രധാനമായ ഈ ലീവ് നോട്ട് ഡ്യൂവിന്റെ ആ വാക്ക് പറയുന്ന പോലെ തന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിൽ മറ്റൊരു ലീവും ഇല്ല എങ്കിൽ മാത്രമേ ലീവ് നോട്ട് ഡ്യൂ അനുവദിക്കാൻ പാടുള്ളൂ. അതാണ് അതിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു പോയിന്റ്. അപ്പോ ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിൽ ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ് സാങ്ഷൻ. അതാണ് അല്ലേ ഒരു മുന്നോടിയായിട്ട് നൽകുന്നത്. അഡ്വാൻസ് സാങ്ഷൻ. It was an advance sanction of HPL to an employee. എങ്ങനെ? If no other eligible leave at credit. ഈ ഒരു പ്രത്യേക ജീവനക്കാരന്റെ അക്കൗണ്ടിൽ മറ്റൊരു ലീവും ഇല്ല എങ്കിൽ മാത്രമേ ലീവ് നോട്ട് ഡ്യൂ അനുവദിക്കാൻ പാടുള്ളൂ. അതൊരു അഡ്വാൻസ് സാങ്ഷൻ ഓഫ് HPL ആണ്. ഒരു ഉദ്യോഗസ്ഥൻ നൽകുന്ന ഒരു അഡ്വാൻസ് സാങ്ഷൻ. ഭാവിയിൽ അദ്ദേഹത്തിന് കിട്ടാവുന്ന HPL നിന്ന് നമ്മൾ മുൻപേ എടുക്കുക. വാസ്തവത്തിൽ ഇറ്റ് ഇസ് ആൻ അഡ്വാൻസ് സാങ്ഷൻ ഓഫ് HPL ടു an employee. എങ്ങനെ? അതിന്റെ കണ്ടീഷൻ എന്താണ്? ഇഫ് നോ അതർ എലിജിബിൾ ലീവ് അറ്റ് ക്രെഡിറ്റ്. അദ്ദേഹത്തിന്റെ ക്രെഡിറ്റില് വേറെ ലീവും ഇല്ല എങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് ലീവ് നോട്ട് ഡ്യൂ അനുവദിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ HPL അക്കൗണ്ടിൽ നിന്നും ലഭിച്ചു. ഒരു തവണ അനുവദിക്കാവുന്ന പരമാവധി ലീവ് നോട്ട് ഡ്യൂ എന്ന് പറയുന്നത് 90 ദിവസമാണ്. റൂൾ 85 പറയുന്നുണ്ട് ലീവ് നോട്ട് ഡ്യൂ ദാറ്റ് ക്യാൻ ബി അവൈൽഡ് ഇൻ എൻറ്റയർ സർവീസ്. പിന്നെ ഒരു കാര്യം ഈസ് 360 days.
ഒരാളുടെ സർവീസ് ജീവിതത്തിൽ നമുക്ക് 360 ദിവസം മാത്രമേ ഈ പ്രകാരമുള്ള ലീവ് നോട്ട് ഡ്യൂ അനുവദിക്കുകയുള്ളൂ. ലീവ് നോട്ട് ഡ്യൂ ദാറ്റ് ക്യാൻ ബി അവൈൽഡ് ഇൻ എൻറ്റയർ സർവീസസ് 360 ഡേയ്സ് ആയിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അത് റൂൾ 85 പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. The rate of salary is equal to HPL since it is an advanced sanctioning of HPL. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് HPLന്റെ ഒരു അഡ്വാൻസ് സാങ്ഷനിങ് ആയതുകൊണ്ട് ലീവ് നോട്ട് ഡ്യൂ എന്നാൽ ഹാഫ് പേ ലീവ് അഡ്വാൻസ് ആയി അനുവദിക്കുന്നതാണ് അല്ലെ. അങ്ങനെ വരുമ്പോൾ ഹാഫ് പേ ലീവിന്റെ ശമ്പള നിരക്കായിരിക്കും ഇവിടെ ലഭിക്കുന്നത്. ഇപ്പൊ ലീവ് നോട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഹാഫ് പേ ലീവിന് അർദ്ധവേതനാവധി നമ്മൾ എടുക്കുമ്പോൾ എത്ര രൂപയാണ് ശമ്പളം കിട്ടുന്നത് അത് മാത്രമേ അപ്പോഴും അഡ്മിസിബിൾ ആയിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീവാണ് ശമ്പളരഹിത അവധി, ലീവ് വിത്തൗട്ട് എലവൻസ് എന്ന് പറയുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്. നമുക്ക് വളരെയധികം ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണിത്. റൂൾ 88 സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ റൂൾ 88(2) ഇത് പറയുന്നത്. അതോടൊപ്പം അപ്പൻഡിക്സ് 12A, 12B, 12C ഇത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ലീവ് വിത്തൗട്ട് അലവൻസ് എന്ന് പറയുന്നത് ശമ്പളരഹിത അവധി. ശമ്പളരഹിത അവധിയെ പറ്റി പറയുകയാണെങ്കിൽ അതിന് ഏതൊക്കെ സമയത്ത് ഏതൊക്കെ പർപ്പസിൽ നമുക്ക് ഈ LWA സാങ്ഷൻ ചെയ്യാം. LWA can be sanctioned for the following purposes. നമ്മൾ താഴെ നമ്മൾ ഈ പറയുന്ന രീതിയിലൊക്കെ നമുക്ക് ഈ LWA നമുക്ക് എടുക്കാവുന്നതാണ്. എന്തൊക്കെയാണ്? LWA for private affairs, സ്വന്തം ആവശ്യത്തിനായുള്ള ശമ്പളമില്ലാത്ത അവധി. LWA for private affairs, സ്വന്തം ആവശ്യത്തിനായുള്ള ശമ്പളമില്ലാത്ത അവധി. ഇനി LWA for മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള അവധി, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള അവധി. ഇനി LWA for ടീച്ചേഴ്സ്, അധ്യാപകർക്കാണെങ്കിൽ അധ്യാപകർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾക്ക് പോകുന്നതിനുള്ള അവധി, അധ്യാപകർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾക്ക് പോകുന്നതിനുള്ള അവധി. LWA for ടീച്ചേഴ്സ് ടു PG കോഴ്സസ്. ഇനി കുടുംബപരമായ ആവശ്യങ്ങൾക്ക് LWA for ഡൊമസ്റ്റിക് അഫയേഴ്സ്. അപ്പൊ നമ്മൾ LWA ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ പർപ്പസിന്റെ സ്ഥലത്ത്, പർപ്പസ് ഓഫ് ലീവിന്റെ സ്ഥലത്ത് ഇതിൽ പറയുന്ന ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടാവണം. LWA for ഡൊമസ്റ്റിക് അഫയേഴ്സ്, കുടുംബപരമായ ആവശ്യങ്ങൾക്ക് നമുക്ക് LWA എടുക്കാവുന്നതാണ്. ഇനി വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് LWA can be sanctioned to an officer when other eligible leave is at credit or not. അവിടെ ഒരു കാര്യമാണ്, ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എലിജിബിൾ ലീവ്, അർഹതയുള്ള മറ്റ് ലീവുകൾ ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും, അർഹതയുള്ള ലീവ് അദ്ദേഹത്തിന് ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും ശമ്പളമില്ലാത്ത ലീവ് എടുക്കാവുന്നതാണ്. LWA can be sanctioned to an officer when other eligible leave is at credit or not. ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിൽ അർഹതയുള്ള മറ്റു ലീവുകൾ ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും ശമ്പളമില്ലാത്ത ലീവ് എടുക്കാവുന്നതാണ്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ ലീവ് നോട്ട് ഡ്യൂയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിൽ മറ്റൊരു ലീവും ഇല്ല എങ്കിൽ മാത്രമാണ് ലീവ് നോട്ട് ഡ്യൂ അനുവദിക്കുന്നത്. എന്നാൽ LWA സംബന്ധിച്ചിടത്തോളം, ശൂന്യവേതന അവധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവനക്കാരന്റെ അക്കൗണ്ടിൽ അർഹതയുള്ള ലീവുകൾ ഉണ്ട് എങ്കിലും ഇല്ല എങ്കിലും ശമ്പളമില്ലാത്ത ലീവ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതില് ചില സസ്പെൻഷനായ ഒരു ഉദ്യോഗസ്ഥന്റെ ചില കാര്യങ്ങൾ കഴിഞ്ഞാൽ, സസ്പെൻഷനായ ഒരു ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷൻ കാലം മുൻകാല പ്രാബല്യത്തിൽ ശമ്പളമില്ലാത്ത അവധിയായി പരിഗണിക്കാറുണ്ട്. അത് റൂൾ 88(11) പറയുന്നത്. റൂൾ 88 അതിനെപ്പറ്റി പറയാനുണ്ട്. സസ്പെൻഷനായ ഒരു ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷൻ കാലം നമ്മൾ റെഗുലറൈസ് ചെയ്യുമ്പോൾ മുൻകാല പ്രാബല്യത്തിൽ ശമ്പളമില്ലാത്ത അവധിയായിട്ട് നമുക്കത് റെഗുലറൈസ് ചെയ്യാൻ, അത് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ അഡ്മിസിബിലിറ്റി ഓഫ്
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീവ് ഫോർ സർവീസ് വിക്ടിംസ്. അതായത് വ്യത്യസ്ത തരം ലീവുകൾ സർവീസ് ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കുന്നു. നമ്മൾ പഠിച്ചപ്പോൾ വ്യത്യസ്ത തരം ലീവുകൾ പറഞ്ഞു. ഈ വ്യത്യസ്ത തരം ലീവുകൾ സർവീസ് ആനുകൂല്യങ്ങൾക്ക് എങ്ങനെ പരിഗണിക്കും? ഇപ്പൊ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്താ പറയുക, മെഡിക്കൽ സർട്ടിഫിക്കറ്റോട് കൂടിയ ശമ്പളമില്ലാത്ത അവധി. നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ സപ്പോർട്ട് ഉണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലാണ് നമ്മൾ LWA അപ്ലൈ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇൻക്രിമെന്റ്, ഹയർ ഗ്രേഡ്, പ്രൊമോഷൻ, ഹാഫ് പേ ലീവ്, പെൻഷൻ ഇവ കണക്കുന്നതിന് യോഗ്യതകാലമായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ LWA വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് will count for annual increment, time bound higher promotion, half pay leave and qualifying service for pension. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. LWA വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ആ വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. LWA വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് will count for annual increment, time bound higher promotion, half pay leave and qualifying service for pension. പെൻഷന്റെ യോഗ്യ സർവീസ് കാലമായിട്ട് എടുക്കാം. ഈ അപ്പൻഡിക്സ് 12A അതൊന്ന് മനസ്സിലാക്കും. അപ്പൻഡിക്സ് 12A ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൻഡിക്സ് 12A, 12B, 12C. അപ്പൻഡിക്സ് 12A ഈ അപ്പൻഡിക്സ് 12A പ്രകാരം ലീവ് അഡ്മിസിബിൾ ആക്കുന്നത് ദിസ് ലീവ് ടു ബി സാങ്ഷൻ ടു പെർമനന്റ് എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ. സ്ഥിരം ജീവനക്കാർക്ക് മാത്രമാക്കപ്പെട്ടതാണ് അപ്പൻഡിക്സ് 12A ശൂന്യവേതന അവധി എന്ന് പറയുന്നത്. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താലും ഇല്ലെങ്കിലും ഈ ലീവിന് അർഹതയില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ സർവീസിലേക്ക് പ്രവേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എടുക്കാൻ കഴിയുന്ന ഒരു ലീവാണ് ഈ പറയുന്ന അപ്പൻഡിക്സ് 12A പ്രകാരം. അത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താലും ഇല്ലെങ്കിലും ഈ ലീവിന് അർഹതയുണ്ട്. അപ്പൊ പല ലീവുകളും നമുക്ക് എടുക്കുമ്പോൾ നമ്മൾ പ്രൊബേഷന്റെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ അപ്പൻഡിക്സ് 12A പ്രകാരം നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താലും ഇല്ലെങ്കിലും these leaves can be sanctioned whether the probation has been declared or not. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താലും ഇല്ലെങ്കിലും ഈ പറയുന്ന ഉദ്യോഗസ്ഥന് അപ്പൻഡിക്സ് 2A പ്രകാരം അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലീവ് നമ്മൾ അനുവദിക്കാം. അപ്പൻഡിക്സ് 2A പ്രകാരമുള്ള ശമ്പളമില്ലാത്ത അവധി തീർച്ചയായിട്ടും നമ്മുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിന്, വകുപ്പ് അധ്യക്ഷന്, വകുപ്പ് തലവന് അനുവദിക്കാം. നമ്മളെ ഗവൺമെന്റ് തന്നെ പോകണമെന്നില്ല. Head of department is the authority to sanction LWA under Appendix 12A. Appendix 12A അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. Head of department is the authority to sanction LWA under Appendix 12B. അപ്പോൾ Appendix 12A പ്രകാരം നമ്മൾ LWAക്ക് അപേക്ഷിക്കുമ്പോൾ അത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന് അത് അംഗീകരിക്കാനുള്ള പവറുണ്ട്. ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അംഗീകരിക്കാനുള്ള പവറുണ്ട്. ഇനി നമ്മൾ ഒരു സാധാരണ നമ്മൾ 1-2 ചോദ്യങ്ങൾ, ഇപ്പോൾ ഒരു സമയം നമുക്കിനി കഷ്ടിച്ച് 7 മിനിറ്റേ ഉള്ളൂ. 1-2 ചോദ്യങ്ങളും കൂടി നമ്മൾ സാധാരണ എക്സാമിനേഷനിൽ വന്ന ചില ചോദ്യങ്ങൾ ഒന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു ചോദ്യം ഇരിക്കുള്ളൂ. വാട്ട് ഈസ് ദി മാക്സിമം നമ്പർ ഓഫ് earned leave that can be granted to an officer except as leave preparatory to retirement. ചോദ്യത്തോടെ പറയാം. What is the maximum number of earned leave that can be granted to an officer except as leave preparatory to retirement? Leave preparatory to retirement അല്ലാതെ ഒഴികെയുള്ള സന്ദർഭങ്ങളിൽ ഒരു ഏൺഡ് ലീവ്, ഒരു ഉദ്യോഗസ്ഥന് നമുക്ക് അനുവദിക്കാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് ഏൺഡ് ലീവ് എത്രയാണ്? What is the maximum number of earned leave that can be granted to an officer except leave preparatory to retirement? Leave preparatory to retirement ഒഴികെ
maximum number of earned leave that can be availed to an officer. ഒരു ഓഫീസർക്ക് അവൈൽ ചെയ്യാൻ കഴിയുന്ന എണ്ണം എത്രയാണ്? അത് 180 ദിവസമാണ്. 180 ദിവസമാണ് നമുക്ക് അങ്ങനെ അനുവദിക്കാൻ കഴിയുന്നത്. LP ആണ് ഒഴികെയുള്ളത് നമുക്ക് 180 ദിവസമാണ്. അപ്പൊ അത് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. ഇനി വേറൊരു ചോദ്യം, the power to sanction LWA, the power to sanction LWA exceeding 4 months at a time rests with rests with dash. The power to sanction LWA exceeding 4 months at a time rests with, അതായത് 4 മാസത്തിൽ കൂടുതൽ LWA എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അത് സാങ്ഷൻ ചെയ്യാനുള്ള അധികാരം ആരില് റെസ്റ്റ് ചോദിച്ചിരിക്കുന്നത്, ആരില് നിക്ഷിപ്തമായിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. The power to sanction LWA exceeding 4 months at a time rests with, അത് ആരില് നിക്ഷിപ്തമായിരിക്കും? അത് ഗവൺമെന്റിന് മാത്രമേ അതിന് അധികാരമുള്ളൂ. The power to sanction LWA exceeding 4 months at a time rests with government. അത് എക്സാമിന് ചോദിച്ചു. അടുത്തത് നമ്മൾ ചൈൽഡ് അഡോപ്ഷൻ ലീവിനെ പറ്റി പറഞ്ഞു. സ്പെഷ്യൽ ലീവ് പഠിച്ചപ്പോൾ അതിലൊരു ചൈൽഡ് അഡോപ്ഷൻ ലീവിനെ പറ്റി പറഞ്ഞു. നമ്മൾ ദത്തെടുക്കുന്നതിനെ സംബന്ധിച്ച് അനുവദിക്കുന്ന ലീവിനെ പറ്റി പറഞ്ഞു. അപ്പൊ ചൈൽഡ് അഡോപ്ഷൻ ലീവ് ഗ്രാൻഡഡ് ടു അഡോപ്റ്റീവ് മദേഴ്സ് for a period not exceeding dash. Child adoption leave granted to adoptive mothers for a period not exceeding dash. അപ്പോൾ എത്ര ദിവസത്തിൽ കുറയാതെ അവധി ഈ പറയുന്ന ദത്തെടുക്കുന്ന മാതാവിനെ അനുവദിക്കും എന്നാണ് ചോദിച്ചത്. ചൈൽഡ് അഡോപ്ഷൻ ലീവ് ഗ്രാൻഡഡ് ടു അഡോപ്റ്റീവ് മദേഴ്സ് for a period not exceeding 180 days. 180 ദിവസത്തിൽ കുറയാത്ത, കൂടുതലാണ് 180 ദിവസത്തിൽ എക്സീഡ് ചെയ്യാത്ത അവധിയാണ് അനുവദിക്കുന്നത്. അപ്പൊ ഈ ചൈൽഡ് അഡോപ്ഷൻ ലീവിനെ സംബന്ധിച്ച് ഇങ്ങനൊരു ചോദ്യം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം, up to how many days compensation leave can be accumulated? നമുക്ക് കോമ്പൻസേഷൻ ലീവ് ഉണ്ട്, അതൊരു ഇതിൽ വരുന്നതാണ്. അതിപ്പോൾ നമ്മൾ കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്ന ഒരു അവധിയുണ്ട്. അത് നമ്മൾ പ്രവൃത്തി ദിവസങ്ങൾക്കല്ലാതെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോമ്പൻസേഷൻ ലീവ് ഉണ്ട്. അപ്പൊ ഈ അത് പ്രവൃത്തി ദിവസങ്ങൾക്കല്ലാതെ നമ്മളൊന്ന് ജോലി ചെയ്തു, ആ ജോലി ചെയ്യുമ്പോൾ അത് വേറൊരു ദിവസത്തിലേക്ക് നമ്മളൊരു അവധി തന്നെ കോമ്പൻസേറ്റ് ചെയ്യാറുണ്ട്. അത് കോമ്പൻസേഷൻ ലീവ് എന്ന് പറയും. കോമ്പൻസേഷൻ ലീവിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറയാം. അതിനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചിട്ട് അപ് ടു ഹൗ മെനി ഡേയ്സ് കോമ്പൻസേഷൻ ലീവ് ക്യാൻ ബി അക്യൂമുലേറ്റഡ്. നമുക്ക് അക്യൂമുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളുടെ ക്രെഡിറ്റിലേക്ക് അക്യൂമുലേറ്റ് ചെയ്യാൻ കഴിയുന്ന കോമ്പൻസേഷൻ ലീവിന്റെ എണ്ണം എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എത്ര ദിവസം വരെ കോമ്പൻസേഷൻ ലീവ് നമ്മളൊരു ക്രെഡിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു രജിസ്റ്ററൊക്കെ ഉണ്ട്, ആ രജിസ്റ്ററിൽ നമുക്ക് എത്ര ദിവസം വരെ ഒരാൾക്ക് ആർജിച്ചു വെക്കാം, അക്യൂമുലേറ്റ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്യൂമുലേറ്റ് ചെയ്യാം എന്നാണ് പ്രശ്നം. അപ് ടു ഹൗ മെനി ഡേയ്സ് കോമ്പൻസേഷൻ ലീവ് ക്യാൻ ബി അക്യൂമുലേറ്റഡ്. അത് 10 ദിവസം മാത്രമാണ്. 10 ദിവസമാണ് നമുക്കൊരു കോമ്പൻസേഷൻ ലീവ് അക്യൂമുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following kind of leave is not admissible to head of office? Which of the following kind of leave is not admissible to heads of officers? Head of office-ന് അനുവദിക്കാൻ കഴിയാത്ത, അഡ്മിസിബിൾ അല്ലാത്ത ഏത് ലീവാണ്? താഴെ പറയുന്നതിൽ ഏത് ലീവാണ് ഒരു വകുപ്പ് അധ്യക്ഷന് എടുക്കാൻ കഴിയാത്തത്? ഒരു വകുപ്പ് അധ്യക്ഷന് അഡ്മിസിബിൾ അല്ലാത്ത ഏത് ലീവാണ്? അത് അവർ കൊടുത്ത ഓപ്ഷൻ LWA കൊടുത്തു, ലീവ് നോട്ട് ഡ്യൂ കൊടുത്തു, ഹാഫ് പേ ലീവ് കൊടുത്തു, കോമ്പൻസേഷൻ ലീവ്. ഈ കോമ്പൻസേഷൻ ലീവ്
ഒരു ഹെഡ് ഓഫ് ഓഫീസിന് അനുവദനീയമല്ല. അദ്ദേഹത്തിന് അത് കോമ്പൻസേഷൻ ലീവ് എടുക്കാൻ കഴിയില്ല. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് കൈൻഡ് ഓഫ് ലീവ് ഈസ് നോട്ട് അഡ്മിസിബിൾ ടു ഹെഡ് ഓഫ് ഓഫീസ്? അത് കോമ്പൻസേഷൻ ലീവാണ്. കോമ്പൻസേഷൻ ലീവ് ഹെഡ് ഓഫ് ഓഫീസിന് എടുക്കാൻ കഴിയില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. നാളെ നമ്മൾ ഇതിന് തുടർച്ചയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോബ്ലംസും ചെയ്യാം. നാളെ ഇനി സ്പെഷ്യൽ ലീവുകളെ പറ്റി നമുക്ക് പഠിക്കണം. അപ്പം നാളത്തെ ക്ലാസ്സിൽ നമുക്ക് അതിനായിട്ട് മാറ്റിവെക്കാം. എന്തായാലും എല്ലാ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.